പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന 6ാമത്തെ ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ 3ാമത്തെ സെക്ഷൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിന്റെ 3ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അല്ലെ, 2ാമത്തെ ടൈപ്പ് ഫൈൻഡ് ദ ഇന്റർവെൽസ് മോഡലാണ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ദാറ്റ് മോഡലാണ് ചെയ്തത്. ഇത് 2ാമത്തെ ടൈപ്പ് ഫൈൻഡ് ദ ഇന്റർവെൽസ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് സാധാരണയായി 4 മാർക്ക് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇന്റർവെൽ മോഡലിൽ വരാറുണ്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് 4 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്കാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. നമ്മൾ 2ാമത്തെ മോഡൽ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 3x ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെലും വേണം. ക്വസ്റ്റ്യൻ നമ്പർ ബി സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആകുന്ന ഇന്റർവെലും വേണം. നമ്മൾ എയും ബിയും ഒരുമിച്ച് അങ്ങ് ചെയ്തു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റർവെൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇന്റർവെൽ കണ്ടുപിടിക്കണം. നമുക്കിവിടെ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്ന് ഇന്റർവെൽ കണ്ടുപിടിക്കണം. 2ാമത്തെ സ്റ്റെപ്പിൽ ഈ ഇന്റർവെൽസിൽ എവിടെയാണ് അത് ഇൻക്രീസിങ് ആവുന്നത്, എവിടെയാണ് ഡിക്രീസിങ് ആവുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതായത് 2 സ്റ്റെപ്പ്. ഒന്ന് ഫൈൻഡ് ദ ഇന്റർവെൽ, 2 ഐഡന്റിഫൈ ദ ഇന്റർവെൽ. ഈ 2 കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഫൈൻഡ് ദ ഇന്റർവെൽ എങ്ങനെയാണെന്ന് അറിഞ്ഞു വെക്കണം. ഐഡന്റിഫൈ ദ ഇന്റർവെൽ എങ്ങനെയാണെന്ന് അറിഞ്ഞു വെക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ 1ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുവാണ്. ഇതിന്റെ തിയറി ഞാൻ പറയുന്നില്ല, അതിന്റെ പ്രൊസീജിയർ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഫൈൻഡ് ദ ഇന്റർവെൽ കാണാൻ വേണ്ടി ഈ ഫസ്റ്റ് ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 3x. ഫൈൻഡ് ദ ഇന്റർവെൽ എന്നുള്ള സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഫൈൻഡ്, ഇവിടെ എഴുതാം അല്ലേ, കാണത്തില്ലേ? ഒന്ന് ഫൈൻഡ് ദ ഇന്റർവെൽ, 2 ഐഡന്റിഫൈ ദ ഇന്റർവെൽ. ഐഡന്റിഫൈ വിച്ച് ഈസ് ഇൻക്രീസിങ് ആൻഡ് വിച്ച് ഈസ് ഡിക്രീസിങ്. ഇത് ഐഡന്റിഫൈ. ഇങ്ങനെ 2 സിമ്പിൾ പണിയെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ 1ാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ ഇന്റർവെൽ. അതിനുവേണ്ടി എഫ് ഓഫ് എക്സ് കാണുക. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് എന്ത് കിട്ടിയാലും ആദ്യം ഡെറിവേറ്റീവ് അങ്ങ് കണ്ടു 1 മാർക്ക് വെറുതെ കിട്ടും. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1ാമത്തെ ഫൈൻഡ് ദ ഇന്റർവെലിന്റെ 1ാമത്തെ സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റ്. ഇത് 4x, x² ഡെറിവേറ്റീവ് 2x × 2 4x - 3x ഡെറിവേറ്റീവ് 3. ഫൈൻഡ് ദ ഇന്റർവെൽ കാണാൻ വേണ്ടി ഡെറിവേറ്റീവ് കാണുക. എന്നിട്ട് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇതിന്റെ ഒരു തിയറി വശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് പറയുന്നതേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോയി അവിടുന്ന് പിന്നെ അത് ഇവിടെ ഇൻക്രീസ് ചെയ്ത് പിന്നെ ഇവിടുന്ന് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ടേണിംഗ് പോയിന്റ് ആണിത്, ഇൻക്രീസിങ്. അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് ഇവിടുന്ന് ടേൺ ചെയ്ത് പിന്നെ ഇൻക്രീസ് ചെയ്ത് ടേണിംഗ് പോയിന്റ്. ഈ ടേണിംഗ് പോയിന്റുകളിൽ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. കൂടി വന്ന ഒരു സ്റ്റെപ്പ് അവിടെ നിന്നിട്ടാണ് പിന്നെ കുറയാൻ തുടങ്ങുള്ളൂ. അവിടെ അത് കോൺസ്റ്റന്റ് നിൽക്കുന്ന സ്ഥലമാണ് കോൺസ്റ്റന്റ്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ഫംഗ്ഷന്റെ ഇന്റർവെൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇന്റർവെൽ കാണുമ്പോൾ നമ്മൾ അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ട് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ടാണ് എവിടെ ചെന്നാണോ ആ ഫംഗ്ഷൻ നിൽക്കാൻ പോകുന്നത് ആ സ്ഥലമാണ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ബി എന്ന പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ എ മുതൽ ബി വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. ബി മുതൽ പിന്നെ അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് അതെന്തായിരിക്കും? ബി മുതൽ പിന്നെ അങ്ങോട്ടുള്ളിടത്ത് ചിലപ്പോൾ ഡിക്രീസിങ് ആയിരിക്കും. അങ്ങനെ അതാണ് അതിന്റെ തിയറി. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി, എല്ലാത്തിനും വിട്ട് കളഞ്ഞേക്കുക. ഈ തിയറിനെ ബേസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാത്രം. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തു. ഇനി 0 കൊടുത്ത് ഏതൊക്കെ പോയിന്റിലാണ് 0 ആണെന്ന് നോക്കിയാൽ 4x - 3 = 0. ദാറ്റ് മീൻസ് ഏത് എക്സിലാണ് അത് 0 ആവുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് എക്സിലാണ് 0 ആവുന്നത്? 4x - 3 = 0 മീൻസ് 4x = 3. ദാറ്റ് ഈസ് x = എത്ര കിട്ടി? 3/4. ഈ പോയിന്റിലാണ് ആ ഫംഗ്ഷൻ സ്റ്റേബിൾ ആവുന്നത്. പോയ വഴിക്ക് പോയി ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ നിൽക്കും. നിങ്ങൾ ഏത് ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് നന്നായി പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പിന്നെ നിങ്ങൾ പതുക്കെ കുറയാൻ തുടങ്ങുമല്ലോ. ആ കുറയാൻ തുടങ്ങിയ പോയിന്റ് ഏത് ക്ലാസ് ആണെന്നുള്ളത് അത്. അപ്പൊ ആദ്യം നമ്മൾ അതുവരെ നിങ്ങൾ പഠിച്ച് നന്നായി പോയി ചെന്ന് നിന്ന ആ സ്ഥലമില്ലേ, പിന്നെ കുറയാൻ തുടങ്ങിയത് 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരുണ്ടല്ലോ. അപ്പൊ 10ാം ക്ലാസ് 10ലാണ്
x ഈക്വൽ ടു 10 എന്ന് പറയുന്നത്. അപ്പോൾ 10 വരെ ഇൻക്രീസിങ്ങും 10 മുതൽ പിന്നെ +2 എത്തുമ്പോൾ എന്തായിരിക്കും ഡിക്രീസിങ്. പിന്നെ +2 കഴിയുമ്പോൾ ബോധം വെക്കും. അപ്പോൾ +2 മുതൽ പിന്നെ അങ്ങോട്ട് വീണ്ടും എന്താകാൻ തുടങ്ങും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ നിങ്ങളുടെ സ്വഭാവം പോലെ തന്നെയാണ് ഫംഗ്ഷനും. അപ്പോൾ നിങ്ങളുടെ പഠന ലൈനാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. R എന്ന റിയൽ ലൈൻ. ഈ R എന്ന റിയൽ ലൈനിൽ ഇത് നന്നായി പോയിക്കൊണ്ടിരുന്നാൽ ചിലർ മോശമായി പോയിട്ട് 10ാം ക്ലാസ് എത്തുമ്പോൾ പഠിക്കാൻ തുടങ്ങുന്നവരുണ്ടല്ലോ. അതുവരെ ഡിക്രീസ് ചെയ്തിട്ട് വന്ന് 10ലെത്തിയപ്പോൾ സുബോധം വരുന്നവര്, നിങ്ങൾക്ക് സുബോധം വന്ന ആ പോയിന്റാണിത്. നിങ്ങളൊന്ന് സ്റ്റേബിൾ ആയ പോയിന്റ്. ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മുടെ റിയൽ ലൈൻ ആണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നമ്പർ ലൈൻ വരച്ച് നമ്മൾ ചെയ്യുന്നത്. റിയൽ ലൈൻ എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ പോയിന്റ് 0 മാർക്ക് ചെയ്ത് അവിടെ വെച്ചേക്കുക. ഇതാണ് 0 എന്ന് തിരിയാൻ വേണ്ടി മാത്രം. അത് അവിടെ മാർക്ക് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന നിർബന്ധമുള്ള പോയിന്റ് ഏതാണ്? 3/4. നമുക്ക് കിട്ടിയ ഈ പോയിന്റ് 3/4 ഇവിടെ മാർക്ക് ചെയ്ത് 0 ആണെങ്കിൽ 3/4 പോയിന്റ് മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം 0 മാർക്ക് ചെയ്താണ്. മുക്കാല് എന്ന് പറയുന്നത് 0യുടെ അടുത്ത് വരുന്ന ഒരു പോയിന്റ് അല്ലേ ഈ പോയിന്റ്. അതിനെ നമ്മൾ റൗണ്ട് ഇട്ട് വെച്ചു. ഇതാണ് 3/4 എന്ന പോയിന്റ്. അപ്പോൾ ഈ ഫംഗ്ഷൻ സ്റ്റേബിൾ ആയി നിന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. ഇവിടെ മുതൽ ഒരേ സ്വഭാവത്തിൽ പോയി ഇവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ആ പോയിന്റിനെ നമ്മൾ എഴുതി മാർക്ക് ചെയ്ത് 3/4 എന്ന് മാർക്ക് ചെയ്ത് ഒരു ഇന്റർവെലായിട്ട് തിരിച്ചു. അതുവരെ ഒരേ സ്വഭാവം കാണിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എവിടെയെങ്കിലും സ്റ്റേബിൾ ആയോ? പിന്നെ എവിടെയും 0 ആയില്ലല്ലോ. പിന്നെ എവിടെയും ഒറ്റ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ അങ്ങോട്ട് മുഴുവൻ ഒരേ സ്വഭാവമാണെന്ന് വിചാരിച്ച് പിന്നെ അങ്ങോട്ട് ഒരെണ്ണാക്കി. അപ്പം ഈ റിയൽ ലൈനെ നമ്മൾ 2 ഇന്റർവെലായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ഇന്റർവെല് -∞ മുതൽ 3/4. നിങ്ങൾ ഈ 0 എവിടെ ഇട്ട് 0 ആയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. 0 നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം ഇട്ട് വെച്ചതാണ്. മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചെന്ന് മാത്രം. ഇവിടെ വരെ ഒരു ഇന്റർവെല്, ഇവിടെ മുതൽ മറ്റൊരു, ഇവിടെ മുതൽ ∞ വരെ വേറെ ഇന്റർവെല്. 2 ഇന്റർവെല് കിട്ടി. അപ്പൊ നമ്മൾ ഇന്റർവെല് കണ്ടുപിടിച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇന്റർവെൽ. വി ഫൈൻഡ് ദ ഇന്റർവെൽ. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നല്ല ഈസി അല്ലേ? ഇങ്ങനെ ഇന്റർവെൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തേ ചെയ്തോളൂ? ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തു. ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിച്ചു. ആ പോയിന്റ് കൊണ്ടുവന്ന് റിയൽ ലൈനിൽ മാർക്ക് ചെയ്തു. ഒന്നുകൂടെ പറയണം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇന്റർവെൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്റർവെൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ എടുത്തു, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അത് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള അപ്പൊ നമുക്കൊരു ഇക്വേഷൻ അല്ലേ കിട്ടിയേ? ഈ ഇക്വേഷനെ സോൾവ് ചെയ്തു. സോൾവ് ചെയ്ത് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ് മാത്രം ഇവിടെ വെച്ച് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി. അങ്ങനെ എക്സ് കണ്ടുപിടിച്ചു. അപ്പൊ എക്സിന്റെ വാല്യൂ 3/4 എന്നുള്ള വാല്യൂ എക്സിന് കിട്ടി. ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ എക്സ് ആക്സിസ് ആണ് ഇത്. റിയൽ ലൈൻ എക്സ് ആക്സിസ് ആണിത്. ആ എക്സ് ആക്സിസെ കൊണ്ടുപോയി 3/4 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ അതിന്റെ അർത്ഥം -∞ മുതൽ 3/4 വരെ നമ്മൾ ഒരു സെക്ഷൻ ആയിട്ട് എന്നിട്ട് തിരിച്ചു. എവിടെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തോ അവിടെ വെച്ചൊരു സെക്ഷൻ ആക്കി മാറ്റി. ഈ ഒരു സെക്ഷനിൽ ഈ ഫംഗ്ഷന് ഒരു സ്വഭാവമായിരിക്കും. നിങ്ങളുടെ പഠനമാണെങ്കിൽ നിങ്ങൾ നന്നായി പഠിച്ച് പോയി സ്റ്റേബിൾ ആയി നിന്ന പോയിന്റ് ആണ് ഇത്. ഇവിടം വരെ അതായത് 10th വരെ നല്ല സ്വഭാവത്തിൽ പോയി. അത് കഴിഞ്ഞ് 10th മുതൽ അങ്ങോട്ടുള്ള കരിയറാണ് പിന്നെ ഇങ്ങോട്ട് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ 10th വരെ നിങ്ങൾ നന്നായി പഠിച്ചു, അങ്ങനെയാണെങ്കിൽ ഇൻക്രീസിങ്. പിന്നെ ഡിക്രീസ് ചെയ്താൽ ഇത് ഡിക്രീസിങ്. അതേസമയം തിരിച്ചാണെങ്കിൽ ആ 10th വരെ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ ഭാഗത്ത് ഡിക്രീസിങ്. പിന്നെ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഇവിടെ അങ്ങോട്ട് നിങ്ങളുടെ സ്റ്റേബിൾ പോയിന്റ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നേച്ചർ മാറും, ഇൻക്രീസിങ്. അങ്ങനെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫൈൻഡ് ദ ഇന്റർവെൽ കാണുന്ന പ്രൊസീജിയർ ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇനി ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് ഫൈൻഡ് ദ ഇന്റർവെലിന്റെ സ്റ്റെപ്പ്. ഇത്രയും സ്റ്റെപ്പ്. ഇനി ഐഡന്റിഫൈ ദ ഇന്റർവെലിന്റെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. വെരി സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോഴാണ് എല്ലാവരും ചെയ്യും, പക്ഷെ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക്, കോമൺ മിസ്റ്റേക്ക് വരുത്തുന്ന സ്റ്റെപ്പാണ്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ അവസാനമേ പറയുള്ളൂ. ഇനി ഈ രണ്ടാമത് ഈ ഇന്റർവെൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നാണ് നോക്കേണ്ടത്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ ഡിക്രീസിങ് ആണോ എന്ന് ആരേ പറയുള്ളൂ? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ആരേ പറയുള്ളൂ? ഡെറിവേറ്റീവ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഈ ഇന്റർവെലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കണം. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയുന്നത് ആരാണ്? ഡെറിവേറ്റീവ് ആണ്.
അപ്പോൾ ഈ ഇന്റർവെല്ലിൽ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ എന്ത് കാണിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കണം. ഡിക്രീസിംഗ് ആണെങ്കിൽ എന്തെന്ന് കിട്ടണം? ലെസ് ദാൻ 0 എന്ന് കിട്ടണം. ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇഫ് ഡെറിവേറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഇൻ ദിസ് ഇന്റർവെൽ, നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഇന്റർവെല്ലിൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ് എന്ന് പറയും. അതേസമയം ഈ ഇന്റർവെൽ ആയിരുന്നു വിചാരിച്ചു. ഈ ഇന്റർവെല്ലിൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ്, ഡെറിവേറ്റീവ് ആണെങ്കിൽ മാത്രമേ പറയുള്ളൂ കേട്ടോ. ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ഡെറിവേറ്റീവിനെ പറയാൻ പറ്റൂലേ. ഡെറിവേറ്റീവിന്റെ നേച്ചർ നോക്കിയിട്ട് വേണം പറയാൻ. ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പറയും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ഡെറിവേറ്റീവ് അതല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻ ഡിക്രീസിംഗ്. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഐഡന്റിഫിക്കേഷൻ പരേഡ്. ഇതാണ് രണ്ടാമത്തെ ഐഡന്റിഫിക്കേഷൻ പരേഡ്. അതിന്റെ ടെസ്റ്റ് ആണിത്. ഐഡന്റിഫിക്കേഷൻ പരേഡിന്റെ ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാം. ഇനി നമ്മളിത് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞു. പ്രൊസീജിയർ നിങ്ങളൊന്നും കൂടെ മനസ്സിലുറപ്പിച്ചിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. ഡെറിവേറ്റീവിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഐഡന്റിഫിക്കേഷൻ നടത്തും. ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെയാണോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ കണ്ടിന്യൂഷൻ ആണ് ഐഡന്റിഫിക്കേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ്. വായിച്ചേക്കാം. ഇതല്ലല്ലോ, നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ ഇന്റർവെല്ലിലുള്ള ഫംഗ്ഷന്റെ സ്വഭാവം എങ്ങനെ കണ്ടുപിടിക്കും? അതായത് -∞ മുതൽ 3/4 -∞ മുതൽ 3/4 വരെയുള്ള ഇന്റർവെൽ. ഈ ഇന്റർവെല്ലിലുള്ള f' ഓഫ് എക്സിന്റെ സ്വഭാവം എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഞാനിങ്ങനെ വായിക്കുവാണേ. f' ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം f' ഓഫ് എക്സ് ഇവിടെ കൊണ്ട് എഴുതി വെക്കുക. f' ഓഫ് എക്സ് എത്രയായിരുന്നു? 4x. കിട്ടിയത് അതുപോലെ എഴുതണേ, നിങ്ങളുടേതായ മാറ്റങ്ങളൊന്നും വരുത്തരുത്. 4x - 3. ഇത് ഈ ഇന്റർവെല്ലിൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അല്ലേ? ആർക്കെങ്കിലും പിടികിട്ടിയോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? ഈ ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റിനും ഇത് ഒരേ സ്വഭാവമാണ് ഉണ്ടാവുക. ഇതിന്റെ സ്വഭാവം മാറുകയല്ല. ഈ ഇന്റർവെല്ലിൽ ഒറ്റ സ്വഭാവമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഇന്റർവെല്ലിലെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള സ്വഭാവം നോക്കിയാൽ മതി. നിങ്ങൾക്ക് 1 മുതൽ 10 വരെ നിങ്ങൾ ഒരേപോലെ പഠിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരം അറിയാൻ എല്ലാ ക്ലാസ്സിലെ നിലവാരം നോക്കണ്ട. നിങ്ങളിപ്പം 10ാം ക്ലാസ്സിലെ നിലവാരം എടുത്ത് നോക്കിയാൽ പറയാൻ പറ്റും അതുവരെ നിങ്ങൾ എങ്ങനെ പഠിച്ചിരുന്ന കുട്ടിയാന്നുള്ളത്. ഒരു പോയിന്റിലുള്ള നേച്ചർ നോക്കിയാൽ മതി. അപ്പൊ ഈ ഇന്റർവെല്ലിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. -∞ മുതൽ 3/4 വരെ ഉള്ളതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ 1 ഇതിനകത്തുണ്ടാവും. ഇല്ല, 1 ഇതിനകത്തില്ല. -1 ഇതിനകത്തുണ്ട്. 0 ഇതിനകത്തുണ്ട്. -2 -3 -4 എല്ലാം ഇതിനകത്തുള്ള പോയിന്റുകളാണ്. അതിൽ ആരെ വേണേലും എടുക്കാം. നമ്മൾ സാധാരണ 0 വരുന്ന ഇന്റർവെല്ലാണ് ഇതല്ലേ. 0 ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ 0യെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. 0 ഉണ്ടെങ്കിൽ 0യെ തന്നെ എഴുതും. നമുക്ക് എളുപ്പമാണ് കാൽക്കുലേഷൻ. അതുകൊണ്ട് 0 വരുന്ന കേസിൽ ഇന്റർവെല്ലിനകത്താണ് 0 കിടക്കുന്നത്. 0 കിട്ടിയതുകൊണ്ട് 0 ഇടുന്നു. 0 ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിനകത്തുള്ള വേറെ ആരെ വേണേലും എടുക്കാം. ഇത് 0, ഇത് -1, ഇത് -2, ഇത് -3, ഇങ്ങനെ കുറെ പേരില്ലേ. ആരെ വേണേലും എടുക്കാം. ഞാനിവിടെ 0 എടുത്തെന്ന് മാത്രം. 0യിലുള്ള ഈ ഇന്റർവെല്ലിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ സ്വഭാവം നോക്കുക. 0 എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. 0 ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് എത്ര കിട്ടി? 4 × 0 0 -3. അപ്പൊ ഇത് എത്ര കിട്ടി? -3 എന്ന് കിട്ടി. അപ്പൊ f' സ്വഭാവം എന്താ കിട്ടിയത്? നെഗറ്റീവ് ആണ് കിട്ടിയത്. <0 ആണ് കിട്ടിയത്. f' ഓഫ് എക്സ് ഒരു പോയിന്റ് എടുത്താൽ മതി. ഒരു പോയിന്റ് എടുത്താൽ തന്നെ മതി. നമ്മളൊരു പോയിന്റിലെ ചെക്ക് ചെയ്തോളൂ. f' ഓഫ് എക്സ് <0 എന്ന് കിട്ടി. അപ്പൊ f' ഓഫ് എക്സ് <0 കിട്ടിയാൽ എന്ത് വരും എന്ന് നമ്മൾ പറഞ്ഞ ഡെറിവേറ്റീവ് <0 ആണെങ്കിൽ ഫംഗ്ഷൻ ആര് വരും? ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ദ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ഓൺ ദിസ് ഇന്റർവെൽ. നമ്മൾ ആദ്യം ഇന്റർവെൽ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. ഇന്റർവെൽ കണ്ടുപിടിച്ച് വെച്ചു. 2 ഇന്റർവെല്. ഇനി ഓരോ ഇന്റർവെല്ലും ഐഡന്റിഫൈ ചെയ്യണം. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഒന്നാമത്തെ ഇന്റർവെൽ എടുത്തു. അതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഒരു പോയിന്റ് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത്
ഇൻക്രീസിങ് ഡിക്രീസിങ് പറയുന്നത് ഡെറിവേറ്റീവ് മാത്രമാണ്. അതുകൊണ്ട് ഡെറിവേറ്റീവിന്റെ അകത്തോട്ട് തന്നെ കൊണ്ടുപോയി ഇടണം. ഡെറിവേറ്റീവിനകത്തോട്ട് കൊണ്ടുപോയി ഇട്ടാലേ പറയുള്ളൂ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ. ഡെറിവേറ്റീവിനകത്തോട്ട് കൊണ്ടുപോയി ഇട്ടു. ഇപ്പൊ ഡെറിവേറ്റീവ് നമുക്ക് മൈനസ് എന്ന് കിട്ടി. അതുകൊണ്ട് അതെന്താണ്? ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ കൺക്ലൂഷൻ കിട്ടി. നമ്മൾ അതുപോലെ കൊണ്ടുവന്ന് എഴുതി വെക്കും. We have f of x is strictly decreasing. കിട്ടിയത് എഴുതിക്കോ. ഡിക്രീസിങ് ഓൺ നമ്മുടെ ഫസ്റ്റ് ഇന്റർവെൽ -∞ 3/4. ഒന്നാമത്തെ ഇന്റർവെല്ലിൽ നേച്ചർ കിട്ടി. ഇനി രണ്ടാമത്തെ ഇന്റർവെല്ലിൽ നോക്കണം. മിക്കവാറും ആദ്യത്തെ ഡിക്രീസിംഗ് ആണ്, പിന്നത്തെ ഇൻക്രീസിംഗ് ആയിരിക്കും. 99% അങ്ങനെയാണ്, അല്ലാതെയും വരാറുണ്ട്. അതുകൊണ്ട് അതും കൂടി ടെസ്റ്റ് ചെയ്തേ മതിയാവും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇന്റർവെൽ. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് മായ്ക്കുകയാണ്. ഒന്നാമത്തെ ഇന്റർവെൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചു. ഈ രണ്ടാമത്തെ ഇന്റർവെല്ലിലും ഡെറിവേറ്റീവിന്റെ സ്വഭാവമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഡെറിവേറ്റീവ് 4x - 3 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ നോക്കിയാലേ ഫംഗ്ഷന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു പോയിന്റ് എടുക്കുക. 3/4 മുതൽ ഇൻഫിനിറ്റി വരെ വരുന്നതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാൻ വളരെ വിശദമായിട്ട് പതുക്കെയാണ് പറയുന്നത്. നിങ്ങൾ അത്രയും കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഒറ്റ നടത്തി മനസ്സിലായവരെ ഓടിച്ചിട്ട് പൊക്കോളാം. ഇത് മുഴുവനും കേട്ടാണെന്ന് നിൽക്കണ്ട. ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉള്ള പോയിന്റ് എടുക്കുക. ഇതിനകത്തുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 3/4 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളതിലെ ഒരു പോയിന്റ് ആണ് ആര്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളെ എടുക്കും. എളുപ്പമുള്ള ഒരാളെ എടുത്തു. നമുക്ക് ആരെ എടുക്കാം? 1നെ തന്നെ എടുത്തേക്കാം. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള ഒരു പോയിന്റ്. നമ്മളിവിടെ 0 ഉണ്ടപ്പോൾ 0 എടുത്തത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ. അതേപോലെ 1നെ എടുത്തു. 1 എടുത്താൽ 4 - 3 എന്ന് കിട്ടി. 4 - 3 ഒരു പോയിന്റ് എടുത്താൽ മതി കേട്ടോ. ആ പോയിന്റിൽ എന്ത് കിട്ടി? 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് f' (1) ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഞാൻ ആദ്യം എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇതാണ് ഇൻക്രീസിങ് കാണിച്ചത്. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അതൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രം. അപ്പൊ ഇത് ഇൻക്രീസിങ് കിട്ടി. അപ്പൊ രണ്ടാമത്തെ ഇന്റർവെൽ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞു. 2 ഇന്റർവെൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇവിടെ എഴുതി വെക്കണം. ഇതെടുത്ത് എഴുതുന്നതിന് ഒരു മാർക്കുണ്ടേ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ സ്പെല്ലിംഗ് എവിടെ മാറിപ്പോയി കേട്ടോ. ഇൻക്രീസിങ് ഓൺ 3/4 ഇൻഫിനിറ്റി. ഇൻക്രീസിങ് ഓൺ 3/4 ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ ഫൈൻഡ് ദ ഇന്റർവെൽ മോഡലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. കുറേ എണ്ണം നിങ്ങൾക്ക് ഹോംവർക്കും തരും. ഇതാണ് സാധാരണ പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മളിവിടെ സെക്കൻഡ് ഡിഗ്രി ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി തേർഡ് ഡിഗ്രി ഒക്കെ ചെയ്യണം. പക്ഷെ എല്ലാത്തിന്റെയും പ്രൊസീജിയർ ഇത് തന്നെ ഉള്ളൂ. ഒന്ന് ഫൈൻഡ് ദ ഇന്റർവെൽ, ഒന്നാമത്തെ സ്റ്റെപ്പ്. 2 ഐഡന്റിഫൈ ദ ഇന്റർവെൽ. ഇത് ഫൈൻഡ് ദ ഇന്റർവെൽ. ഫൈൻഡ് ദ ഇന്റർവെൽ മോഡൽ. ഇത് ഐഡന്റിഫിക്കേഷൻ. ഇങ്ങനെ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഐഡന്റിഫൈ ദ ഇന്റർവെൽ. ഇതെങ്ങനെ ഈ 2 സ്റ്റെപ്പില് ഉപയോഗിക്കുന്ന പ്രൊസീജിയർ എന്താണ് ഓപ്പറേറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 10 ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഫംഗ്ഷൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഫൈൻഡ് ദ ഇന്റർവെൽ ആണ്. ഇൻ വിച്ച് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഡിക്രീസിങ്. ഇപ്പൊ ഫൈൻഡ് ദ ഇന്റർവെൽ മോഡൽ ക്വസ്റ്റ്യനില് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവെൽ ഫൈൻഡ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവെൽ ഐഡന്റിഫൈ ചെയ്യുക. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ആ ഇന്റർവെൽസിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കുക. ഒന്നാമത്തെ ഫൈൻഡ് ദ ഇന്റർവെൽ മോഡലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈൻഡ് ദ ഇന്റർവെല്ലിനുള്ള പ്രൊസീജിയർ നമുക്കറിയാം. f(x) എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതുക. എന്നിട്ട് ഡെറിവേറ്റീവ് കാണുക. ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് 10 0 ആണ്. -6x ഡെറിവേറ്റീവ് -6 ആണ്. -2x² ഡെറിവേറ്റീവ് -4x ആണ്. ഡെറിവേറ്റീവ് കണ്ടു. അടുത്ത് എന്ത് കൊടുക്കണം? ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. ഈ ഒരു സ്റ്റെപ്പിന് ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്, 2 മാർക്കാണ്. അത്രയും മാർക്കാണ് ഇത് ചെയ്യുന്നതിന്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കരുത്. ഞാൻ കഴിഞ്ഞ പ്രോബ്ലം ഒരു 10,000 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് നീ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടോണം, ചെയ്തേ മതിയാവും. ഇപ്പം ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഏത് പോയിന്റിലാണ് ഫംഗ്ഷൻ സ്റ്റേബിൾ ആയെന്ന് കണ്ടുപിടിക്കണം. സ്റ്റേബിൾ ആയ പോയിന്റ് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. അപ്പോൾ -4x ഈക്വൽ ടു 6 എന്ന് കിട്ടി. നിങ്ങളായിട്ട് ഇതിനെ ഒന്നും ചേഞ്ച് ചെയ്ത് കിട്ടിയ പോലെ എഴുതണേ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് -4x ഈക്വൽ ടു +6 എന്ന് കിട്ടി. ഇതിനെ ഈ -6നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. therefore x ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 6/-4 എന്ന് കിട്ടി. 6/-4 എന്ന് പറയുന്നത് എത്രയാണ്? 3/2. മൈനസ് ഉണ്ട്, മൈനസ് മുകളിൽ കൊടുത്താലും മതി. ഇപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? x ഈക്വൽ ടു -3/2. നമ്മൾ ഫൈൻഡ് ദ ഇന്റർവൽ സ്റ്റെപ്പിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ റിയൽ ലൈൻ വരച്ചു. എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് റിയൽ ലൈൻ വരയ്ക്കുക. ഇപ്പൊ നമ്മുടെ മിഡിൽ പോയിന്റിന് 0 എന്ന് നമുക്കറിയാം, അതവിടെ മാർക്ക് ചെയ്തിട്ടു. ഇനി -3/2 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യണം. ഇവിടെ കിട്ടിയ പോയിന്റുകൾ ഈ ലൈനെ മാർക്ക് ചെയ്യണം. നമ്മൾ എവിടം വരെയാണ് സ്റ്റേബിൾ സ്വഭാവം കാണിച്ചതെന്നാണ്. എവിടെ എത്തിയപ്പോഴാണ്? -3/2. ഇത് 0 അല്ലേ? ഇപ്പൊ -3/2 എന്ന് പറയുന്നത് ഇവിടെ വരും. ഇതാണ്, അതിനെ അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കാണിക്കണം കേട്ടോ. ഇതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. -3/2 എന്നുള്ള പോയിന്റ് ഇട്ടു. അപ്പോൾ നമ്മുടെ സ്വഭാവം ചേഞ്ച് ചെയ്ത് എവിടെ നിന്നാണ്? നമ്മൾ ഇൻഫിനിറ്റി മുതൽ പഠിച്ചു വന്നപ്പോൾ സ്വഭാവം ചേഞ്ച് ചെയ്ത പോയിന്റ് ഇവിടെയാണ്, -3/2. നമുക്ക് ഒന്നാമത്തെ ഇന്റർവെൽ കിട്ടി. ഇനി അവിടം വരെ ഒരു സ്വഭാവമായിരിക്കും, അവിടെ മുതൽ പിന്നെ അങ്ങേ അറ്റം വരെ വേറൊരു സ്വഭാവമാണ് കാണിക്കാൻ സാധ്യത. അങ്ങനെ 2 ഇന്റർവെല്ലാണ് നമുക്ക്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണിത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ 2 ഇന്റർവെൽ കിട്ടും. ഇനി ഇത് തേർഡ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് 3 ഇന്റർവെൽസ് കിട്ടും. അതെങ്ങനെയാണെന്ന് ചെയ്യുമ്പോൾ കണ്ടു മനസ്സിലാവും. അപ്പോൾ ഇത് -∞ മുതൽ ഇവിടം വരെയും ഇവിടം മുതൽ ഇൻഫിനിറ്റി വരെയും ഇങ്ങനെ 2 ഇന്റർവെൽസ് കിട്ടി. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഫൈൻഡ് ദ ഇന്റർവെൽ സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫിക്കേഷൻ പരേഡ്. ഈ 2 ഇന്റർവെല്ലിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ആരാണ് ഇൻക്രീസിങ്, ആരാണ് ഡിക്രീസിങ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യാൻ ഇൻക്രീസിങ് ഡിക്രീസിങ് പറയണമെങ്കിൽ അത് ആരെ കൊണ്ടേ സാധിക്കുള്ളൂ? ഡെറിവേറ്റീവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് കിട്ടിയ ഡെറിവേറ്റീവ് ആരാണോ അത് അതുപോലെ നിങ്ങളായിട്ട് ഒരു ചേഞ്ചും വരുത്തരുത്, അതുപോലെ ഇങ്ങെടുത്തു, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. നിങ്ങൾക്ക് തോന്നും ഈ മൈനസ് കളഞ്ഞ് 6 + 4x എടുക്കണം എന്നൊക്കെ തോന്നും, പക്ഷെ എടുക്കരുത്. ഇവിടെ എന്ത് കിട്ടിയോ അതേ ഇങ്ങോട്ട് എടുക്കാൻ പാടുള്ളൂ. ഡെറിവേറ്റീവ് എടുത്തു. ഇനി ഈ ഡെറിവേറ്റീവിന്റെ സ്വഭാവം, ഒന്നാമത്തെ ഇന്റർവെല്ലിൽ ഡെറിവേറ്റീവ് >0 ആണോ <0 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്നാലല്ലേ f(x)ന്റെ സ്വഭാവം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഇന്റർവെല്ലിലുള്ള ഒരു പോയിന്റ് എടുക്കണം. ഈ ഇന്റർവെല്ലിലെ സ്വഭാവം പറയണമെങ്കിൽ ഈ ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള സ്വഭാവം ഒന്നായിരുന്നെങ്കിൽ 10 വരെയുള്ള ഏത് ക്ലാസ്സിലെ നോക്കി നിങ്ങൾക്ക് എത്രാമത്തെ റാങ്ക് എത്രാമത്തെ ഗ്രേഡാന്ന് നോക്കി അത് തന്നെയായിരിക്കും നിങ്ങളുടെ കണ്ടിന്യൂസ്. ഒരാളുടെ സ്വഭാവം നോക്കിയാൽ മതി. -3/2 അല്ലേ? അപ്പൊ ഇതിന് മുമ്പ് -3/2 ആകുമ്പോൾ -2 ഇവിടെ വരും അല്ലേ? -3 ഇവിടെ വരും, അങ്ങനെ വരും. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും ഒരാളെ എടുക്കുക. നമുക്ക് ഏറ്റവും എളുപ്പം ചെറിയ വാല്യൂ എടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ -2ലുള്ള പോയിന്റ് എടുക്കുക. ഇതിനകത്തുള്ള ആരെങ്കിലും ഒരാൾ ഇതിനകത്തെ തന്നെ ആയിരിക്കണം എന്ന് മാത്രം നമ്മൾ എളുപ്പത്തിന് വേണ്ടി -2 എടുക്കും. f'(-2) -2 ഇവിടെ ഇട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ -2 കൊടുക്കുക. അത് -6 ആണ്. ഇത് -4 × -2. അപ്പോൾ മൈനസും +8 വന്നു. -6 + 8 അപ്പൊ എത്ര വന്നു? +2 വന്നു. f'(-2). f'(-2)ന്റെ നേച്ചർ, f''ന്റെ നേച്ചർ +2 വന്നു. +2 ആണെങ്കിൽ >0 ആണ്. അപ്പൊ ഡെറിവേറ്റീവ് >0 ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താ? ഫംഗ്ഷൻ ഈസ് ഡെറിവേറ്റീവ് >0 ആണെങ്കിൽ f(x) ഈസ് ഇൻക്രീസിംഗ് എന്ന് കിട്ടി. അത് കിട്ടിയ പാടെ ഇവിടെ നമ്മൾ എഴുതി വെച്ചു. f(x) ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്നാണ് കിട്ടിയത്. ഇൻക്രീസിംഗ് ഓൺ. ഇവിടെ ഡിക്രീസിംഗ് എഴുതിയിട്ട് കൊണ്ട് ഇൻക്രീസിംഗിന്റെ ഇവിടെ എഴുതി വെക്കല്ലേ, തെറ്റിപ്പോവേ. ഇവിടെ തന്നെ ഇൻക്രീസിംഗ് ഒന്ന് എഴുതി കാണിച്ചോണം. അഥവാ അങ്ങനെ എഴുതുമ്പോൾ മാറിയാൽ ഇവിടുത്തെ പോയിന്റ് കിട്ടും. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ -∞ -3/2 എന്ന പോയിന്റില് ഇൻക്രീസിംഗ് കിട്ടി. ഒന്നാമത്തെ ഇന്റർവെൽ നമ്മൾ കിട്ടി. രണ്ടാമത്തെ ഇന്റർവെൽ പോയി ഇത് ഇൻക്രീസിംഗ് ആയതുകൊണ്ട് ഡിക്രീസിംഗ് ഉറപ്പിച്ച് പറയത്തില്ല, ചില അല്ലാത്ത കേസ് വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ടാമത്തെ ഇന്റർവെൽ കാണാൻ വീണ്ടും ചെയ്ത് നോക്കുന്നത്. f' ഇതിനകത്തുള്ള ഒരു പോയിന്റ് -3/2 മുതൽ ഇൻഫിനിറ്റി വരെ. ഇതിനകത്ത് നമ്മുടെ ആരുണ്ട്? 0 നമ്മളിവിടെ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 0 ഉള്ള ഇന്റർവെല്ലിന് 0 എടുക്കുക, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ 0 ആയി പോയല്ലോ. അത് ഇപ്പൊ
അപ്പോൾ ഇത് -6 ലെസ് ദാൻ 0. ഡെറിവേറ്റീവ് ലെസ് ദാൻ 0. ഡെറിവേറ്റീവ് സ്വഭാവം ആര് പറയും? എഫ് ഓഫ് എക്സിന്റെ സ്വഭാവം പറയും. ഇത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് കിട്ടി. രണ്ടാമത്തെ ഇന്റർവെല്ലിലെ ഡിക്രീസിങ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇവിടെ കൊണ്ടുവന്ന് എടുത്ത് എഴുതണേ. ഞാൻ നേരത്തെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഓരോ പ്രാവശ്യം എഴുതണം. അപ്പോൾ നമ്മുടെ ആൻസർ ഐഡന്റിഫിക്കേഷനും കഴിഞ്ഞു. എങ്ങനെ ഫൈൻഡ് ചെയ്യാം, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചാൽ മതി. വളരെ സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ ഇതുപോലെയുള്ള ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ കുറേ എണ്ണം ചെയ്തപ്പോൾ ഏകദേശം ഇനി 2 എണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കും. പിന്നെ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് 2 എണ്ണം കാണിക്കും. പിന്നെ എല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 11. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇന്റർവൽ. നമ്മൾ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്നാമത് ഇന്റർവെൽ ഫൈൻഡ് ചെയ്യുന്നു. രണ്ടാമത് ഇന്റർവെൽ ഇൻക്രീസിങ് ഏതാണ് ഡിക്രീസിങ് ഏതാണെന്ന് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഫൈൻഡ് ചെയ്യുന്ന പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയണം. ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ഇതുവരെ നമ്മൾ ചെയ്തത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. തേർഡ് ഡിഗ്രി ഇക്വേഷൻ വരുമ്പോൾ എന്താണ് മാറ്റം വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് എത്ര ഇൻ്റർവെൽ കിട്ടും? 3 ഇൻ്റർവെൽ കിട്ടും. 3 ഇൻ്റർവെല്ലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചാൽ മതി. തേർഡ് ഡിഗ്രിയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എല്ലാം ഒരേപോലെ തന്നെയാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ ഇൻ്റർവെൽ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് ഏതൊക്കെ പോയിന്റിലാണ് ഡെറിവേറ്റീവ് 0 ആവുന്നതെന്ന് എടുത്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഇവിടെയുണ്ട്. ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സ് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ ഇതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് നോക്കുക. അപ്പോൾ 6x². ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x × 2 മൈനസ് 6x². 3 × x²ൻ്റെത് 2 × 3 6x. 36xന്റെ ഡെറിവേറ്റീവ് 36 സിമ്പിൾ ഡെറിവേറ്റീവ്സ് ആണ്. പ്ലസ് 7ന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി. എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടിയാൽ ഉടനെ നമുക്ക് ഇന്റർവെൽ കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റേബിൾ ആവുന്ന പോയിന്റ്, അതായത് ഡെറിവേറ്റീവ് ചേഞ്ച് വരാത്ത പോയിന്റ്, ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പം ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് ഇതിനെ സോൾവ് ചെയ്യണം. x³ ഡെറിവേറ്റീവ് 6x² അല്ലേ, 6x². അപ്പോൾ ഇവിടെ എന്നിട്ട് ഇതിനെ സോൾവ് ചെയ്ത് എക്സിനെ കണ്ടുപിടിക്കണം. ഇതുവരെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി, ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് 6 കോമൺ ഉണ്ട്. 6 കോമൺ ആയിട്ട് എടുത്തിട്ട് x² - x - 6 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. b² - 4ac വെച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാം. ഞാൻ ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ പോവാണ്. പ്രൊഡക്റ്റ് -6ഉം സമ്മ് -1ഉം വേണമെങ്കിൽ വാല്യൂസ് ആരൊക്കെയായിരിക്കും? എക്സ് ഈക്വൽ ടു ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. 3ഉം 2ഉം ആണ് വരിക. ഒന്ന് പോസിറ്റീവും നെഗറ്റീവും, അതിൽ വലുത് നെഗറ്റീവാണ് വരിക. അപ്പോൾ വലുത് നെഗറ്റീവ് ആയതുകൊണ്ട് -3ഉം 2ഉം ആണ് ഫാക്ടേഴ്സ് ആയിട്ട് വരിക. അതുകൊണ്ട് റൂട്ട് വരുന്നത് ആരൊക്കെയായിരിക്കും? എക്സ് ഈക്വൽ ടു 3ഉം എക്സ് ഈക്വൽ ടു -2. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് ഫാക്ടർ x - 3 × x + 2 വരും. therefore root is x ഈക്വൽ ടു 3 and -2. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാൻ എത്രയോ തവണ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലൈനിലേക്ക് മാർക്ക് ചെയ്യും. റിയൽ ലൈൻ നമ്മൾ മിഡിൽ പോയിന്റ് 0. ഇനി തന്നിരിക്കുന്ന പോയിന്റ് 3ഉം -2. 3 എന്ന് പറയുമ്പോൾ അവിടെ വരും 1, ഇത് 2, ഇത് 3. നമ്മൾ കിട്ടിയ പോയിന്റുകളെ റൗണ്ട് ഇട്ട് മാർക്ക് ചെയ്യും. -2 എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇത് 1 -1 ഇത് -2. അപ്പോൾ റൗണ്ട് ഇട്ടാണ് നമുക്ക് കിട്ടിയ പോയിന്റുകൾ. -2 ഇത് 3, ഇത് -2. അപ്പോൾ എത്ര വന്നു? ഇനി ഇതിനെ നമ്മൾ ഇന്റർവെലാക്കി. ഇതുവരെ നമ്മൾ 2 പോയിന്റ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ഇനി നമുക്ക് 3 പോയിന്റ് ചെയ്യണമല്ലോ. അപ്പോൾ 3 പോയിന്റ് ഉള്ളത് കൊണ്ട് ഇതുണ്ട്, 2 പോയിന്റ് ഇവിടെ കിട്ടി. ഇനി ഇന്റർവെൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കോണം. -∞ ഇങ്ങേയറ്റം മുതൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്, നമ്മൾ റൗണ്ട് ഇട്ട് മാർക്ക് ചെയ്ത പോയിന്റ് വരെയാണ് ഒരു ഇന്റർവെല്. അവിടെ വരെ ഒരെണ്ണം ക്ലോസ് ചെയ്തു. വീണ്ടും അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ ചെല്ലുമ്പോൾ ക്ലോസ് ചെയ്യണം? അടുത്ത റൗണ്ടിൽ ചെല്ലുമ്പോൾ ക്ലോസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്ത റൗണ്ട് ഇല്ലെങ്കിൽ അങ്ങേ അറ്റത്ത് പോയി ക്ലോസ് ചെയ്യും.
ഇങ്ങനെയാണ് നമ്മൾ ഇന്റർവെൽ ഉണ്ടാക്കുന്നത്. മനസ്സിലാകാത്തവരുണ്ടോ? ഇവിടെ തൊട്ട് ഒന്നാമത്തെ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് എത്തുമ്പോൾ ഒന്ന് ക്ലോസ് ചെയ്തു, വീണ്ടും അതേ പോയിന്റ് ഒന്ന് ഓപ്പൺ ചെയ്തു, പിന്നെ ക്ലോസ് ചെയ്യേണ്ടത് അടുത്ത റൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യണം. ഇവിടെ ഒരു അടുത്ത പോയിന്റ് ഉള്ളതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തു, പിന്നെ അവിടെ തന്നെ ഓപ്പൺ ചെയ്ത് അവസാനിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഇന്റർവെൽ കിട്ടിയെന്ന് നോക്കിയേ, 3 ഇന്റർവെൽ കിട്ടി. ക്യൂബിക് ഇക്വേഷൻ ആണ് തന്നതെങ്കിൽ 3 ഇന്റർവെൽ കിട്ടും. കഴിഞ്ഞ 2 പ്രോബ്ലം സെക്കൻഡ് ഡിഗ്രി അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് 2 ഇന്റർവെലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 3 ക്യൂബിക് ആയതുകൊണ്ട് 3 അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ നമ്മൾ ഇന്റർവെൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ഇന്റർവെൽ -∞ -2 എന്ന ഇന്റർവെൽ, രണ്ടാമത്തേത് -2 മുതൽ 3 വരെ, മൂന്നാമത്തേത് 3 മുതൽ ∞ വരെ. ഇങ്ങനെ 3 ഇന്റർവെൽ കിട്ടി. ഒന്നാമത്തെ സ്റ്റെപ്പ് ഈസി ആയിട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ ആരാണ് ഇൻക്രീസിങ് ആരാണ് ഡിക്രീസിങ് നമ്മളൊന്ന് കണ്ടെടുക്കണം. ഇൻക്രീസിങ് ഡിക്രീസിങ് എവിടെ കണ്ടാലും നമുക്ക് ആരെ തന്നെ വേണം, ഡെറിവേറ്റീവ് ഉണ്ടെങ്കിലേ ഇൻക്രീസിങ് ഡിക്രീസിങ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ചെയ്യുമ്പോൾ ഈ നമ്പർ 6 എന്ന നമ്പർ ഇല്ലേ, അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കണമെന്നില്ല, അത് അവിടെ വിട്ടേക്ക്. ആ നമ്പർ മാത്രം, പോസിറ്റീവ് നമ്പർ എടുക്കണമെന്നില്ല, കോമൺ ആയിട്ട് കിടക്കുന്നതാണ്, അതിനെ വിട്ടേക്ക്. അത് എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലേലും കുഴപ്പമില്ല. അത് എടുക്കാതിരിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. ആ നമ്പർ കോമൺ ആയിട്ടുള്ളത് പുറത്തിട്ടിരുന്നു, 6 ആണ്. പോസിറ്റീവ് നമ്പർ മാത്രം ഉപേക്ഷിക്കാം. നെഗറ്റീവ് ആണെങ്കിൽ അതിനെ എടുക്കാം. ഇത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ആ പോസിറ്റീവ് നമ്പർ അവിടെ വിട്ടിട്ട് പോന്നാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഈസി, നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തെറ്റാതെ ചെയ്തു. ഞാൻ ഏതായാലും അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ബാക്കി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് വിടാതെ അതും കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ഇത് ഒഴിവാക്കി ബാക്കിയുള്ളത് ചെയ്താലും മതി. അപ്പൊ f' കണ്ടു. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ ഇന്റർവെൽ 3 ഇന്റർവെൽ ഉണ്ടല്ലോ, 3 പേർക്കും കൂടെ ഞാൻ കോമൺ ആയിട്ട് f' എഴുതി വെച്ചേക്കാണ്. ഇനി 3 പേർക്കും വേറെ വേറെ എഴുതുന്നില്ല. അപ്പൊ ഒന്നാമത്തെ കേസ്, രണ്ടാമത്തെ ഇന്റർവെൽ, മൂന്നാമത്തെ ഇന്റർവെൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇപ്പൊ ഈ ഇന്റർവെൽ എടുക്കുക, -∞ മുതൽ -2 വരെ. ഇതിനകത്തുള്ള ഈ എൻഡ് പോയിന്റ് എടുക്കരുത് കേട്ടോ. ഇത് ഓപ്പൺ ഇന്റർവെൽ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എൻഡ് പോയിന്റ്സ് എല്ലാം ഓപ്പൺ ആണ്, അത് ഇന്റർവെൽ പെടുന്നതല്ല. അപ്പൊ അവരെ എടുക്കരുത്. അവരെ എടുത്തെന്ന് വെച്ചാൽ ആ പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് അല്ലേ. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് 0 ആവുന്നതും കൂടെ അത് എടുത്താൽ പെട്ടുപോകും, അതുകൊണ്ട് അത് എടുക്കരുത്. ഓപ്പൺ ഇന്റർവെലേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു പോയിന്റ്, എളുപ്പമുള്ള ഒരു പോയിന്റ് എടുക്കാം, -3 തന്നെ എടുക്കാം. -2 ഇപ്പത്തുള്ള ഒരു പോയിന്റ് -3. അപ്പൊ f'(-3) കാണുക, -3 ആണ്. അപ്പൊ -3 ഇട്ടാൽ ഇത് 9 × 6, 9 × 6 എത്ര, 56 അല്ലേ, 54. ഇത് -6 × -3, അപ്പൊ +18 -36. അപ്പൊ ഇത് +36. അപ്പൊ ഇത് എന്ത് വരും, നമുക്ക് ഈ വാല്യൂ എത്രയാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തറിഞ്ഞാൽ മതി, ഇത് >0 ആണോ <0 ആണോ എന്ന് അറിഞ്ഞാൽ മതി. വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഇല്ല, എന്റെ നേച്ചറിനാണ് >= നോക്കേണ്ടത്. ഇത് എന്തായാലും എന്തേ വരുള്ളൂ, 54 + 18 - 36 എന്ന് പറയുന്നത് എത്രയേ വരുള്ളൂ, എന്തായാലും എത്രയേ വരുള്ളൂ, ഒരു പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യേണ്ടവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. Therefore, f'(-3) always greater than 0. That is 54 -18 വരും. 54 ന്ന് 18 കുറച്ചാൽ 44 ഉം 36 വരും. 36 ആണ് വരുന്നത്. 36 പോസിറ്റീവ് ആണ്. 36 കാണേണ്ട ആവശ്യമില്ല, നിങ്ങളത് കണ്ടുപിടിച്ച് സമയം കളയണ്ട. ചിഹ്നം മാറരുത്, ചിഹ്നം അതുപോലെ തന്നെ വേണം. 36 > 0 എത്തി. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിട്ട് കിട്ടി. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തെടുത്ത് എഴുതാം, ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഇപ്പൊ ഒന്നാമത്തെ ഇന്റർവെലിന്റെ സ്വഭാവം നമുക്ക് കിട്ടി, ഇവിടെ ഇൻക്രീസിങ് ആണ്. ഇനി രണ്ടാമത്തെ ഇന്റർവെൽ എടുക്കുക. ഈ ഇന്റർവെൽ -2 മുതൽ 3 വരെയുള്ള ഇന്റർവെൽ. ഈ ഇന്റർവെല്ലിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവിന്റെ സ്വഭാവം, ഡെറിവേറ്റീവിന്റെ സ്വഭാവമാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് പറയുള്ളൂ. ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്, ഡെറിവേറ്റീവ്. അപ്പൊ ഈ ഇന്റർവെല്ലിലെ പോയിന്റ് ഏതാണ്, ഇതിനകത്താണ് നമ്മൾ 0 കിടക്കുന്ന സ്ഥലം അല്ലേ. 0 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 0 എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ ചെയ്യാൻ, അതുകൊണ്ട് 0 എടുക്കാം. f'(0) ഇവിടെ കൊടുക്കുക. ഇത് 0, ഇത് 0 എടുത്താൽ ആ പോയിന്റ് എല്ലാം 0 ആയി പോയി. x = 0 0, ഇത് 0 ആയി പോയി. -36 -36 എന്ന് പറഞ്ഞാൽ എന്തായി, ചിഹ്നം നെഗറ്റീവ്, <
0. അതിന് സൈൻ നോക്കിയാൽ നമ്മൾ ഗ്രേറ്റർ ദാൻ 0 നെഗറ്റീവ് ലെസ് ദാൻ 0 വരെയാ. അപ്പൊ 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം, f dash of 0 ഈസ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് f of x അതിന്റെ ഫംഗ്ഷന്റെ സ്വഭാവം എന്താണ്, ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. സോറി, ലെസ് ദാൻ 0 ആയതിന്റെ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. രണ്ടാമത്തേതിൽ ഡിക്രീസിങ് എന്നും കിട്ടി. ഇനി മൂന്നാമത്തേതിൽ നോക്കുക. ഇത് കോമൺ ആയിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്. ഇത് എല്ലാ പ്രാവശ്യം എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ ഒറ്റ കോമൺ ആയിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഇന്റർവെൽ 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇന്റർവെല്ലിൽ ഒരു പോയിന്റ് എടുക്കുക. 3 എടുക്കരുത്, എൻഡ് പോയിന്റ് എടുക്കരുത്, ഇടയ്ക്കുള്ള പോയിന്റ് എടുക്കണം. 4 എടുത്തു. അപ്പം f dash of 4 ഡെറിവേറ്റീവിൽ തന്നെ ചെക്ക് ചെയ്യാവുള്ളൂ. ഇല്ല, തെറ്റാണ്. ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ആണ്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് പറയുള്ളൂ. അപ്പോൾ f dash of 4 ഇട്ട് നോക്കുക. ഇത് 4 ആകുമ്പോൾ ഇത് 16 ഇൻറ്റു 6 ഈക്വൽ ടു ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് 6 ഇൻറ്റു 16 ഇൻറ്റു അല്ല മൈനസ് 6 ഇൻറ്റു 4 മൈനസ് 36. അപ്പോൾ അതിൻ്റെ നേച്ചർ എത്ര വരും? 6 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 64 128 വരും. 128 മൈനസ് 24 മൈനസ് 36 മൊത്തം കാൽക്കുലേറ്റ് ചെയ്താലും 128ൻ്റെ അടുത്ത് വരികയല്ലോ. ഇത് പോസിറ്റീവ് നെഗറ്റീവ് മൊത്തം വന്നാലും ഇത് പോസിറ്റീവ്, ഇതല്ല വലുത്. അതുകൊണ്ട് എന്ത് വന്നു? ഇറ്റ് ഈസ് ഗേറ്റ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, നേരെ എഴുതുവാണ്. അപ്പോൾ 128 മൈനസ് 24 മൈനസ് 102 മൈനസ് 6 പ്ലസ് 68 എന്നാണ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. f dash of 4 ഗ്രേറ്റർ ദാൻ 0 ആണ്. f dash of 4 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാം? ഇൻക്രീസിങ്. അപ്പം മൂന്നാമത്തെ ഇന്റർവെല്ലിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഇൻക്രീസിങ്. ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പരേഡ്. നമ്മൾ ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തി. ഈ സൈഡിൽ നമ്മൾ ഫൈൻഡ് ചെയ്യും, ആ സൈഡിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 3 ഇന്റർവെല്ലിന്റെയും ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ പോലെ ഇവിടെ എഴുതി വെക്കണം. f of x is strictly increasing on ഒന്ന് ചെയ്താൽ ഇൻക്രീസിങ് ആവുന്ന ഇന്റർവെൽ ഉണ്ട്, ഒന്ന് ചെയ്താൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 2ലും 2 ഇന്റർവെല്ലില്ലേ, ഇവിടെ ഇൻക്രീസിങ് അല്ലേ, അത് രണ്ടും ഒന്ന് ചെയ്താൽ f of x is strictly decreasing. ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ ചെയ്യാൻ, കുറേ നമ്മൾ ചെയ്തില്ലേ, കുറേ ഒന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇനി 1-2 കൂടെ ചെയ്തിട്ട് അവസാനിപ്പിക്കത്തില്ലേ? ഡിക്രീസിങ് ഓൺ. അപ്പോൾ ഇത്ര എഴുതിയാൽ 4 മാർക്ക് നമ്മുടെ പോക്കറ്റിലിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇനി 1-2 കൂടെ ചെയ്തിട്ട് 2 ടെക്നോമെട്രിയും കൂടെ ചെയ്ത് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 13. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കുക, എന്നിട്ട് സ്വന്തം ചെയ്ത ശേഷം ആൻസർ നോക്കി വെരിഫൈ ചെയ്യാൻ പാടുള്ളൂ. ഞാനത് മുഴുവൻ എഴുതി കാണിച്ചിട്ടുണ്ട്, നോക്കി ചെയ്യരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ f of x ഈക്വൽ ടു മൈനസ് 2x³ മൈനസ് 9x² മൈനസ് 12x പ്ലസ് 1 എന്നാണ്. ഈ ക്വസ്റ്റ്യന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതയും കൂടെ കേട്ടിട്ട് ചെയ്യാൻ തുടങ്ങിക്കോ. ഇവിടെ f dash of x കണ്ട ശേഷം ഈ f dash of x നമ്മളിവിടെ ഇത് കണ്ടു. ഈ കണ്ട വാല്യൂ, പിന്നെ അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തു. ഇതാണ് നമ്മുടെ ഒറിജിനൽ f dash of x. ആ എക്സ് തന്നെ ഇവിടെ യൂസ് ചെയ്യണം. നമ്മൾ കണ്ടുപിടിച്ച ഒറിജിനൽ f dash of x വേണം നമ്മുടെ ഇൻട്രവെല് ഐഡന്റിഫൈ ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ റിയൽ ലൈൻ വരച്ചു, അതിനകത്ത് 0 മാർക്ക് ചെയ്തു. നമുക്ക് കിട്ടിയ പോയിന്റ്സ് -2 -1 -2 ഇവിടെ മാർക്ക് ചെയ്തു. അതിനനുസരിച്ച് ഇന്റർവെൽസ് ഡിവൈഡ് ചെയ്തു. 3 ഇന്റർവെലാണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ 3 ഇന്റർവെല്. ആ 3 ഇന്റർവെല്ലിലെയും നേച്ചർ കാണാൻ വേണ്ടി f dash of x എടുത്ത് ഓരോ ഇന്റർവെല്ലിലെയും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇട്ട് ചെക്ക് ചെയ്തു. 3 ഇന്റർവെല്ലിലെയും ചെക്ക് ചെയ്ത് അതിന്റെ റിസൾട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒന്നും കൂടെ ഇങ്ങനെ എടുത്ത് പറയാം. ഇവിടെ കണ്ട f dash of x കിട്ടിയ ഒറിജിനൽ f dash of x തന്നെ ഇന്റർവെല്ലിന്റെ നേച്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് സിംപ്ലിഫൈ ചെയ്തതായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് x കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ x കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചതല്ല ഉപയോഗിക്കേണ്ടത്, ഒറിജിനൽ f dash of x യൂസ് ചെയ്യണം. ഞാൻ പല പ്രോബ്ലത്തിൽ ഇതിന് മുമ്പും പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. കാരണം അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് പുറത്തെടുത്ത് കളഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ
നമ്മുടെ ആൻസർ നേരെ തിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് ചെയ്യുമ്പം എന്ത് നെഗറ്റീവ് കിട്ടിയോ ഇവിടെ കിട്ടിയ അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുപോയി വേണം ചെയ്യാൻ. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ചെയ്ത ആൻസർ വെരിഫൈ ചെയ്യാൻ നോക്കി ചെയ്യാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളിത് ചെയ്യാൻ പഠിക്കുകയുള്ളൂ. ഇനി നമുക്ക് 2 പ്രോബ്ലം ട്രിഗ്നോമെട്രി വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ 2 പ്രോബ്ലം കൂടിയുണ്ട്. അങ്ങോട്ട് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഇൻ്റർവെൽ മോഡൽ കഴിയും. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോംവർക്കുകൾ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഹോംവർക്കും